2023 വളരെ നല്ല നിലയിൽ നമുക്ക് ഓണാഘോഷം സംസ്ഥാനത്താകെ സംഘടിപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ സംസ്ഥാനത്തുള്ളവർ മാത്രമല്ല, ലോകത്താകെയുള്ള മലയാളികൾ, അവരുടെ അസോസിയേഷൻ ഒക്കെ വളരെ വിപുലമായി ഓണാഘോഷം സംഘടിപ്പിച്ചു വരികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടി, ആ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്. നാളെ വൈകുന്നേരം 6 മണിക്ക് കനകക്കുന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓണാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MP-മാർ, MLA-മാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തുടങ്ങിയ ജനപ്രതിനിധികൾ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമാണ്. ചലച്ചിത്ര മേഖലയിലെ പ്രശസ്തരായ തമിഴ് സിനിമാ താരം ജയൻ രവി, നമ്മുടെ ബേസിൽ ജോസഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാവും. സെപ്റ്റംബർ മാസം 9-നാണ് ഘോഷയാത്ര. വൈകുന്നേരം ഘോഷയാത്ര ഓണാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കും. ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേക്കർ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും, ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട ഗവർണറെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോൾ പോയി കണ്ടു, ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ക്ഷണത്തിൻ്റെ ഭാഗമായി ഗവർണറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓണക്കോടിയും കൈമാറിയിട്ടുണ്ട്. ഗവർണർ ഓണാഘോഷ പരിപാടികൾക്ക് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ സബ് കമ്മിറ്റികളുടെ യോഗം വളരെ വിശദമായി തന്നെ ചേർന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഘോഷയാത്രയുടെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ സബ് കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. വിവിധ വകുപ്പ് മേധാവികളടക്കം പങ്കെടുത്ത യോഗത്തിൽ ഘോഷയാത്രക്കുള്ള പ്ലോട്ട് ഒരുക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു. ഏറ്റവും ആകർഷകമായി മാതൃകാപരമായി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് പൊതുവെ നടത്തി വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാം, ടോട്ടലി എടുത്ത് പരിശോധിച്ചാൽ ഓണാഘോഷങ്ങളുടെ മുഖ്യ ആകർഷണം തലസ്ഥാനത്തെ ഓണാഘോഷമാണ്. 33 വേദികളിലായി വൈവിധ്യങ്ങളായ പരിപാടികളുമായാണ് തിരുവനന്തപുരത്ത് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. 10,000-ഓളം വരുന്ന വിവിധ കലാകാരന്മാർ വിവിധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി പുതുമയാർന്ന പരിപാടികൾ ഉൾപ്പെടെ തലസ്ഥാനത്ത് ഒരുക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം 5, 6, 7 തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോ ഒരുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവയ്ക്ക് മുകളിലായാണ് ഡ്രോൺ ലൈറ്റ് ഷോ സംഘടിപ്പിക്കുന്നത്. 15 മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ഷോയാണ് ഒരുക്കുന്നത്. 1000-ഓളം ഡ്രോണുകളാണ് ഈ ഷോയിൽ പങ്കെടുക്കുക. നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നതാകും ഡ്രോൺ ഷോ. ഡ്രോൺ ഷോ തിരുവനന്തപുരത്തെ ഓണത്തിന് നവ്യാനുഭവം സമ്മാനിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മൾ കുറച്ചു കാലമായി മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് ഓണത്തിന് വളരെ നേരത്തെ തന്നെ വിദേശ സഞ്ചാരികളെ ക്ഷണിച്ച് കൊണ്ടുവരിക, അവരെ അതിഥികളാക്കുക എന്നുള്ളത്. ഇത്തവണ നമ്മൾ അതിൻ്റെ ഭാഗമായി വളരെ നേരത്തെ തന്നെ വിദേശ സഞ്ചാരികളെ ക്ഷണിക്കാൻ പ്രത്യേകം ഇടപെടൽ നടത്തി. അതിൻ്റെ ഭാഗമായി 10 രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മാത്രം പങ്കെടുക്കുന്നുണ്ട്. UK, ഫ്രാൻസ് ഉൾപ്പെടെ വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്വാൻ, ശ്രീലങ്ക, നേപ്പാൾ, മലേഷ്യ, റൊമാനിയ, സൗത്ത് കൊറിയ എന്നിവയിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ വരുന്നുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി 10 രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ ഗസ്റ്റായി വരുന്നു എന്നുള്ളത് ദീർഘകാലമായി നമ്മൾ ആലോചിക്കണം എന്ന് പൊതുവേ നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. അവർക്ക് പ്രത്യേക ഇരിപ്പിടം ഒരുക്കും, അവർക്കൊരു പ്രത്യേക ലഞ്ചും പിന്നീട് നൽകുന്നതായിരിക്കും.
ഇങ്ങനെ ഓണാഘോഷം മറ്റ് ജില്ലകളിൽ നല്ല നിലയിൽ നടത്തും. വളരെ വിശദമായി തിരുവനന്തപുരത്തെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പറയും. അപ്പോൾ ഓണാഘോഷം നമുക്ക് എല്ലാവർക്കും ഒരു ടീമായി നിന്നുകൊണ്ട് മികച്ച നിലയിൽ സംഘടിപ്പിക്കണം. ഈ ഗവൺമെൻറ് വന്ന 2021 ഓണാഘോഷം സംഘടിപ്പിക്കാനായില്ല, കോവിഡായിരുന്നു കാരണം. 2022 2023 നമുക്ക് നല്ല നിലയിൽ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി ഓണാഘോഷം സംഘടിപ്പിക്കാനായി. 2024 ചൂരൽമല ദുരന്തം കാരണം ഓണാഘോഷം സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ളത് 3ാമത്തെ ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും നന്നായി സംഘടിപ്പിക്കാം. നിങ്ങളെല്ലാവരും കുടുംബസമേതം ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമാകണം. നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ, മാനവികതയുടെ, മതസാഹോദര്യത്തിൻ്റെ, സമൃദ്ധിയുടെയൊക്കെ സന്ദേശം നൽകുന്ന ഓണാഘോഷം തലസ്ഥാനത്ത് ഏറ്റവും നല്ല നിലയിൽ നമുക്ക് സംഘടിപ്പിക്കാനാകണം. ബാക്കി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയും. ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി പറഞ്ഞു കാര്യങ്ങളെല്ലാം അതിൽ തന്നെ വന്നു. കമ്മീഷണർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. നാളെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഇതിൽ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു 10,000-ഓളം വരുന്ന കലാകാരന്മാർ പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിൽ പങ്കെടുക്കും. അതിൽ ഒരു 4,000-ഓളം വരുന്ന കലാകാരന്മാർ പാരമ്പര്യ കലകളിൽപ്പെട്ടവരാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പാരമ്പര്യ കലയിൽപ്പെട്ട കലാകാരന്മാർ ഇത്രയധികം ഒത്തുകൂടുന്ന ഏക ഉത്സവം ഈ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ഓണാഘോഷ സമയമാണ്. പിന്നെ ഘോഷയാത്രയാണ് ഏറ്റവും പ്രധാനമായി ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത്. 165 പ്ലോട്ടുകൾ ഉണ്ടാവും, 165 ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ്. ആൾക്കാർക്കെല്ലാം ഇരുന്ന് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 5,000-ഓളം വരുന്ന കസേരകൾ കാണികൾക്ക് ഇരിക്കാനും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള നിലയിലാണ്. കുറച്ച് പാസും അടിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവർണറും അടക്കമുള്ള മന്ത്രിമാർക്കും MLA-മാർക്കും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും വിദേശ ഡെലിഗേറ്റ്സിനൊക്കെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പവലിയൻ തയ്യാറാക്കുന്നുണ്ട്. ആ പവലിയൻ പ്രത്യേക ഒരു കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 2 മണിക്കൂർ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് സമയം പരമാവധി കുറച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്ലോട്ടിനോടൊപ്പം ഒരു പോലീസ് ഓഫീസർ, അതുപോലെ ഒരു വോളണ്ടിയർ, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ 5 ഓഫീസർമാർ, ഇത്ര പേർക്ക് മാത്രമേ അവിടെ അതിനോടൊപ്പം നടന്നു പോകുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി സൂചിപ്പിച്ചു, സംസ്ഥാന വ്യാപകമായി നന്നായി തന്നെ നടക്കുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലും DTPCയുടെ നേതൃത്വത്തിൽ ആക്കുളം, നെയ്യാർ ഡാം, നെടുമങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വേറെ ഘോഷയാത്ര ഉത്സവങ്ങൾ നടക്കുകയാണ്. അങ്ങനെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഒരു കുറവും വരുത്തിയിട്ടില്ല. ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഓണക്കാലത്ത് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളുടെ കാര്യത്തിലായിരുന്നാലും അതിനുശേഷം അവർക്ക് ആഹ്ലാദിക്കുന്നതിന് വേണ്ടി നടത്തേണ്ട ഈ ഉത്സവത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഗവൺമെൻറ് എല്ലാം നല്ല നിലയിൽ തന്നെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ ലാ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നവും പാർക്കിങ്ങിൻ്റെ പ്രശ്നവും സംബന്ധിച്ചിടത്തോളം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹം ഒന്ന് വിശദീകരിക്കും. മൈക്കൊന്ന് അങ്ങോട്ട് ചിരിച്ചാൽ. നമുക്ക് പ്രധാനമായിട്ടും ഈ ഓണാഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം പാർക്കിങ്ങിൻ്റേതാണ്. നമുക്ക് പ്രധാനപ്പെട്ട റോഡുകളിൽ പാർക്കിംഗ്
അനുവദിക്കാനായിട്ട് കഴിയില്ല. നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട പാർക്കിംഗ് കുറച്ച് സ്പേസസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് പാർക്കിങ്ങിൻ്റെ സ്പേസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫീസ് കോമ്പൗണ്ട്, യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൗണ്ട്, സംസ്കൃത കോളേജ് ഗ്രൗണ്ട്, കേരള വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട്, സംഗീത കോളേജ് ഗ്രൗണ്ട്, LMS ഗ്രൗണ്ട്, സെൻറ്റ് ജോസഫ്സ് സ്കൂൾ ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഫോർട്ട് ഹൈസ്കൂൾ ഗ്രൗണ്ട്, സാൽവേഷൻ ആർമി സ്കൂൾ ഗ്രൗണ്ട്, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ, SMV സ്കൂൾ ഗ്രൗണ്ട്, ആർട്സ് കോളേജ് ഗ്രൗണ്ട്, ആറ്റുകാൽ ക്ഷേത്രം ഗ്രൗണ്ട്, ഐരാണിമുട്ടം ഹോമിയോ കോളേജ് ഗ്രൗണ്ട്, പബ്ലിക് ഓഫീസ് കോമ്പൗണ്ട്, ഫൈൻ ആർട്സ് കോളേജ്, വിമൻസ് കോളേജ് ഗ്രൗണ്ട്, അങ്ങനെ LBS സെൻറ്റർ ഫോർ സയൻസ് ടെക്നോളജി ഇങ്ങനെ ഉള്ള ഗ്രൗണ്ടിൽ അതിനെ സംബന്ധിച്ചുള്ള ട്രാഫിക് അഡ്വൈസറി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രസ്സിന് റിലീസ് ചെയ്യുന്നുണ്ട്. എവിടെയായിരിക്കും നമ്മളുടെ പാർക്കിംഗ് ഏരിയ കൂടുതലായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതും അവിടെയാണ് പാർക്കിംഗ് നമുക്ക് അലോ ചെയ്യാനും കഴിയുന്നത്. അതുപോലെ തന്നെ കനകക്കുന്ന് തൊട്ട് കോർപ്പറേഷൻ വരെയുള്ള അവിടെ നമുക്ക് വെഹിക്കുലർ ട്രാഫിക് തിരക്ക് വരുന്നതനുസരിച്ചിട്ട് അവിടെ അനുവദിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ ഡൈവേർഷൻ വേറെ ഉണ്ടായിരിക്കും. നമ്മുടെ ആഘോഷ പരിപാടികളുടെ സമയം രാത്രി നിയന്ത്രിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ 12 മണിക്ക് ശേഷം കഴിയുന്നത് നമ്മൾ ഇലുമിനേഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം പോലീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, വിഡ്രോവലിനും ബാക്കി ക്രൗഡ് ഡിസ്പേഴ്സലിനുമൊക്കെ പോലീസിൻ്റേതായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ടായിരിക്കും. പ്രധാനപ്പെട്ട വേദികളിലും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ പ്ലേസസിലും CCTV കവറിംഗ് ഉണ്ടായിരിക്കും. പ്രത്യേകം കൺട്രോൾ റൂം കനകക്കുന്നിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ചെറിയ ഫംഗ്ഷൻ പ്ലേസ് ആയാലും വലുതായാലും അവിടെ എല്ലായിടത്തും പോലീസിൻ്റെ റെഗുലറായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റും പെട്രോളിങ്ങും ഉണ്ടായിരിക്കും. പിന്നെ ഈ പോലീസിൻ്റെ നിർദ്ദേശങ്ങളും അവരുടെ പ്ലാനിങ്ങിനോട് നമ്മുടെ ജനങ്ങൾ സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർക്കിങ്ങിനാണ് പലപ്പോഴും ഇവിടെ തർക്കം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു വൺ വേ വഴിയോ അല്ലെങ്കിൽ പിന്നെ പോകാൻ പാടില്ല എന്ന് പോലീസ് തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകണമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് തർക്കവും പ്രശ്നവും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് 12 മണിക്ക് ലൈറ്റ് അണയ്ക്കും. 12 മണി വരെ 12 മണി മതിയല്ലോ, ഇനിയിപ്പം അതിൽ കൂടുതൽ സമയം വേണ്ടി വരും തോന്നില്ല. പിന്നെ പോലീസ് കൺട്രോൾ റൂം ഉണ്ടാവും. നഗരത്തിൽ പിന്നെ ധാരാളം നമ്മൾ പിന്നെ കിഴക്കേക്കോട്ട മുതൽ കനകക്കുന്ന് വരെ CT ക്യാമറയും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴും അറിയുന്നതിന് വേണ്ടി. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അവിടെ വടംവലിയുണ്ട്. ചോദിച്ചാൽ വടംവലി ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞാൽ വടംവലി മത്സരം ഉണ്ട് അല്ലേ? ഇപ്പോഴുള്ള ലൈഫൊക്കെ അതേപോലെ പോകും, അതിലൊന്നും വേറെ മാറ്റുന്നു. വെറുതെ പറഞ്ഞിനി ഓണ സമയത്ത് അത് നിങ്ങൾ പറഞ്ഞല്ലോ, ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാതെ കഴിഞ്ഞാൽ വടംവലി ഉണ്ട് പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞു വടംവലി മത്സരം വേറെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ശരി, ബഡ്ജറ്റ് 11,49,00,000 രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ഓണാഘോഷത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ബാക്കി സ്പോൺസർഷിപ്പും മറ്റു കാര്യങ്ങളും. ഓക്കെ.